ഡിയർ സ്റ്റുഡൻസ്, കോമക്സ് ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. SDE വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഡിഗ്രി കോഴ്സ് പൂർത്തീകരിക്കുന്നതിനാവശ്യമായി 6 ദിവസത്തെ കമ്പൽസറി സോഷ്യൽ സർവീസ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. എങ്ങനെയാണ് കമ്പൽസറി സോഷ്യൽ സർവീസ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക എന്നുള്ളത്? അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് യൂണിവേഴ്സിറ്റി ഇന്ന് ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് നോട്ടിഫിക്കേഷനിൽ നമുക്ക് നോക്കാം. കാലിക്കറ്റ് സർവകലാശാല വിദൂര വിദ്യാഭ്യാസ വിഭാഗത്തിൽ 2019 UG CSS റെഗുലേഷൻ പ്രകാരം അഡ്മിഷൻ നേടിയിട്ടുള്ളവർ എന്ന് വെച്ചാൽ 2019 അഡ്മിഷൻ നേടിയിട്ടുള്ള അല്ലെങ്കിൽ റീ അഡ്മിഷന്, സ്ട്രീം ചേഞ്ച് എന്നിവ വഴി CSS 2019 ബാച്ചിൽ പ്രവേശനം നേടിയിട്ടുള്ളവരും, അപ്പോൾ 2019 അഡ്മിഷൻ എടുത്തവരും ഇനി റീ അഡ്മിഷൻ എടുത്തവരും സ്ട്രീം ചേഞ്ച് ചെയ്തവരൊക്കെ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളൊരു നോട്ടിഫിക്കേഷനാണ്. 2022 ഏപ്രിൽ മാസം നടന്ന 6ാം സെമസ്റ്റർ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരുമായിട്ടുള്ള BA, BSc, Bcom, BBA വിദ്യാർത്ഥികളുടെ കോഴ്സ് പൂർത്തീകരിക്കുന്നതിൻ്റെ ഭാഗമായി CUSSP കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സോഷ്യൽ സർവീസ് പ്രോഗ്രാം പ്രകാരം 6 ദിവസത്തെ സാമൂഹിക സേവനം അതെവിടെയാണ് ചെയ്യുന്നത്? പഞ്ചായത്തിലോ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, ഹോസ്പിറ്റൽ, ഓൾഡ് ഏജ് ഹോം, പെയിൻ ആൻഡ് പാലിയേറ്റീവ് സെൻറ്റർ ഇവയിലേതെങ്കിലും ഒന്നിൽ നിർവഹിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് പോർട്ടലിൽ ലഭ്യമാക്കിയിട്ടുള്ള നിശ്ചിത ഫോർമാറ്റ് ഡൗൺലോഡ് ചെയ്ത്, അപ്പോൾ ഫോർമാറ്റ് എവിടെയുണ്ട്? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ സൈറ്റിലുണ്ട്. അപ്പോൾ ആ ഫോർമാറ്റ് ഡൗൺലോഡ് ചെയ്ത് അതാത് സ്ഥാപനങ്ങളിൽ അധികാരികളിൽ നിന്നും ഒപ്പോടുകൂടി വാങ്ങി സ്റ്റുഡൻസ് പോർട്ടലിൽ 2022 മെയ് 20 അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ മെയ് 20 എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ഡേറ്റ് എന്താണ്? ഇപ്പോൾ ഏപ്രിൽ 19 ഇന്ന്, ഒരു മാസം ഉണ്ട്. മെയ് 20 അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് എവിടെ നിന്നാണ് കിട്ടുക, അല്ലെങ്കിൽ അതിൻ്റെ ഫോർമാറ്റ് യൂണിവേഴ്സിറ്റി സൈറ്റിലുണ്ട് എന്ന് പറഞ്ഞു. ഈ സർട്ടിഫിക്കറ്റ് ആരിൽ നിന്നാണ് മേടിക്കേണ്ടതെന്ന് പറഞ്ഞു അല്ലേ? ഈ പഞ്ചായത്തോ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, ഓൾഡ് ഏജ് ഹോം, പെയിൻ ആൻഡ് പാലിയേറ്റീവ് സെൻറ്റർ ഇവയിൽ ആരുടേതെങ്കിലും ഒരു സ്ഥലത്തു നിന്ന് പോയിട്ട് എന്ത് ചെയ്യുക? സർട്ടിഫിക്കറ്റ് മേടിക്കുക. അപ്പോൾ പഞ്ചായത്തിൽ നിന്നൊക്കെ സർട്ടിഫിക്കറ്റ് മേടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പഞ്ചായത്ത് മെമ്പറിൻ്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? അവിടുന്ന് പഞ്ചായത്തിൽ നിന്ന് നിങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റ് സീൽ ചെയ്ത് കിട്ടും. അപ്പോൾ പല വിദ്യാർത്ഥികളും അവരുടെ കൺഫ്യൂഷനായിട്ട് ചോദിച്ചിരുന്നതാണ്, ഈ സ്റ്റുഡൻസ് പോർട്ടലിൽ നിന്ന് എങ്ങനെയാണ് ഈ സോഷ്യൽ സർവീസ് പ്രോഗ്രാമിൻ്റെ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുക, എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതൊക്കെ. അപ്പോൾ സ്റ്റുഡൻസ് പോർട്ടലിൽ നിന്നും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സോഷ്യൽ സർവീസ് പ്രോഗ്രാം സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്നതിനും അപ്ലോഡ് ചെയ്യുന്നതിനുമായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തന്നെ പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ്, വിദ്യാർത്ഥികൾ അവരുടെ എക്സാം രജിസ്റ്റർ നമ്പർ ഉപയോഗിച്ച് സ്റ്റുഡൻസ് പോർട്ടലിൽ സൈനപ്പ് ചെയ്യുക. അപ്പോൾ സൈനപ്പ് ചെയ്യുക, സ്റ്റുഡൻസ് പോർട്ടലിൽ പോവുക, എന്നിട്ട് അവരുടെ എക്സാമിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ വെച്ചിട്ട് സൈനപ്പ് ചെയ്യുക. അപ്പോൾ സ്റ്റുഡൻസ് പോർട്ടലിൽ സൈനപ്പ് ചെയ്യുന്നതിനുള്ള നിർദ്ദേശങ്ങൾ സ്റ്റുഡൻസ് പോർട്ടൽ സൈനപ്പ് പ്രോസസ്സ് എന്ന പേരിൽ താഴെ നൽകിയിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് അത് ഡിസ്കസ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യുക? ആദ്യം സ്റ്റുഡൻസ് പോർട്ടലിൽ പോയിട്ട് സൈനപ്പ് ചെയ്യുക. എന്നിട്ട് വിദ്യാർത്ഥി സ്റ്റുഡൻസ് പോർട്ടലിൽ സൈൻ ഇൻ ചെയ്തതിന് ശേഷം, അപ്പോൾ സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സൈൻ ഇൻ ചെയ്യാൻ പറ്റും. അപ്പോൾ സൈൻ ഇൻ ചെയ്തതിന് ശേഷം വരുന്ന വിൻഡോയിൽ ഇടതുഭാഗത്ത് കാണുന്ന അപ്ലോഡ് ഡോക്യുമെൻറ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാണാം? അവിടെ ഒരു അപ്ലോഡ് ഡോക്യുമെൻ്റ് എന്നുള്ളത് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തുടർന്ന് വരുന്ന വിൻഡോയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സോഷ്യൽ സർവീസ് പ്രോഗ്രാം സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്നതിന് ഡൗൺലോഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് CUSSP എന്ന സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഡൗൺലോഡ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ആ സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് കിട്ടും. ഫോർമാറ്റ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന് ഒപ്പുവാങ്ങി സ്റ്റുഡൻസ് പോർട്ടലിൽ പോയിട്ട് സൈൻ ഇൻ ചെയ്ത് ഡോക്യുമെൻറ്റിന് നേരെ കാണുന്ന ബ്രൗസ് ആൻഡ് അറ്റാച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് JPG ഫോർമാറ്റിലായിരിക്കണം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നത്. ആ സർട്ടിഫിക്കറ്റിൻ്റെ സൈസ് 100 KB മുതൽ 300 KB വരെ ആയിരിക്കും, അതിൽ കൂടാൻ പാടില്ല. ഓക്കെ. ഇനി സാമൂഹിക സേവനത്തിൻ്റെ കാലഘട്ടം, സാമൂഹിക സേവനം നടത്തിയ സ്ഥാപനത്തിൻ്റെ പേര് എന്നിവ എൻ്റർ ചെയ്തതിന് ശേഷം സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതോടുകൂടിയിട്ട് ഈ CSS കമ്പൽസറി സോഷ്യൽ സർവീസ് സർട്ടിഫിക്കറ്റിൻ്റെ
ആ സർട്ടിഫിക്കറ്റ് എന്തായി, യൂണിവേഴ്സിറ്റി ഈ സ്റ്റുഡൻസ് പോർട്ടലിൽ അപ്ലോഡഡ് ആയി. ഓക്കെ, ഈ സ്റ്റുഡൻസ് പോർട്ടൽ എങ്ങനെയാണ് ഈ സൈനപ്പ് ചെയ്യുക എന്നുള്ളത് നോക്കാം. സ്റ്റുഡൻസ് പോർട്ടലിൽ സൈനപ്പ് ചെയ്യുന്നതിൻ്റെ പ്രോസസ്സ്, നമ്മൾ ആദ്യം എൻ്റർ ഇൻ ടു സ്റ്റുഡൻസ് പോർട്ടൽ ബൈ ക്ലിക്കിംഗ്, ഈ സൈറ്റിൽ പോവുക, students.uoc.ac.in എന്ന സൈറ്റിൽ പോയിട്ട് സ്റ്റുഡൻസ് പോർട്ടലിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് സ്റ്റുഡൻസ് പോർട്ടലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ക്ലിക്ക് സൈനപ്പ് എന്നുള്ളത് കാണാം. അപ്പോൾ പോർട്ടലിൽ പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, സൈനപ്പ് ചെയ്യുക. സൈനപ്പ് ചെയ്തിട്ട് സൈനപ്പ് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ എക്സാം രജിസ്റ്റർ നമ്പർ ഉണ്ടാവില്ലേ, ആ രജിസ്റ്റർ നമ്പർ അവിടെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അവിടെ എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ഈ രജിസ്റ്റർ നമ്പർ ഇവിടെ ഇതുണ്ടാവും. ഈ രജിസ്റ്റർ നമ്പർ എന്ത് ചെയ്യുക, ഇവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക. അങ്ങനെ രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു OTP മൊബൈൽ നമ്പറിലേക്ക് വരും. അപ്പോൾ മൊബൈലിൽ നിങ്ങൾ ആ മൊബൈൽ നമ്പർ അഡ്മിഷൻ്റെ സമയത്ത് കൊടുത്ത നമ്പർ ആയിരിക്കും. ഇനി മൊബൈൽ നമ്പർ അതിൽ കിട്ടുന്നില്ല എങ്കിൽ ഈ സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടിട്ട് കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൽ കാണിച്ചതുപോലെ രജിസ്റ്റർ നമ്പർ കൊടുക്കുക. അപ്പോൾ മൊബൈൽ നമ്പറിലേക്ക് OTP വരും. OTP എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്യുക. അപ്പോൾ OTP എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിയാണെന്നുണ്ടെങ്കിൽ അവിടെ ഗ്രീൻ ടിക്ക് മാർക്ക് വരും. പിന്നെ അവിടെ ഇമെയിൽ ID അടിക്കാനുണ്ട്. ഇമെയിൽ ID പ്രൊവൈഡ് പറഞ്ഞിട്ടുള്ള കോളത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇമെയിൽ IDയും പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇമെയിൽ ID അടിച്ചതിന് ശേഷം മെയിലിലേക്ക് ഒരു OTP വരും. ഓക്കെ, അപ്പോൾ മെയിലിൽ ചെക്ക് ചെയ്യുക. മെയിലിൽ ചിലപ്പോൾ ആദ്യം മൊബൈൽ നമ്പറിലേക്ക് വന്ന് OTP വന്നിട്ടുണ്ടാവും. അതെല്ലാം വീണ്ടും ഒന്ന് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഇമെയിലിലേക്ക് വന്നിട്ടുള്ളൊരു OTP ഉണ്ടാവും, അതാണ് അടിക്കേണ്ടത്. അപ്പോൾ മൊബൈൽ നമ്പറിലേക്ക് വന്നിട്ടുള്ള OTPയും ഈ ഇമെയിലിലേക്ക് വന്നിട്ടുള്ള OTP രണ്ടും വ്യത്യാസം ഉണ്ടാകും, അതൊന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ ഇമെയിലിലേക്ക് വന്നിട്ടുള്ള OTP എന്ത് ചെയ്യുക, ആ OTP എന്ന കോളത്തിൽ എൻ്റർ ചെയ്യുക. ഇതാ ഇവിടെ പറയുന്നത് പോലെ ഇമെയിൽ ID അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിലിലേക്ക് ഒരു OTP വരും. ആ OTP എന്ത് ചെയ്യുക, അവിടെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ OTP എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ OTP ശരിയാണെങ്കിൽ ഒരു ഗ്രീൻ ടിക്ക് മാർക്ക് വരും. എന്നിട്ട് നിങ്ങളൊരു പാസ്വേഡ് അടിക്കണം. പാസ്വേഡ് അടിച്ചിട്ട് ആ പാസ്വേഡ് ഒന്നും ചെയ്യണം, കൺഫേം ചെയ്യണം. ഇവിടെ പറഞ്ഞതുപോലെ പാസ്വേഡ് അടിക്കാണ്ടാകും. ആ പാസ്വേഡ് എന്ത് ചെയ്യുക, കൺഫേം ചെയ്യുക. അത് കറക്റ്റ് ആണെങ്കിൽ, കൺഫേം ചെയ്ത പാസ്വേഡ് കറക്റ്റ് ആണെങ്കിൽ അപ്പോഴും ഒരു ഗ്രീൻ ടിക്ക് മാർക്ക് വരും. അപ്പോൾ കൊടുത്ത എല്ലാ ഡാറ്റയും കറക്റ്റാണ് എന്നുള്ളത് ഉറപ്പ് വരുത്തിയതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക. ദെൻ ക്ലിക്ക് ഓൺ സബ്മിറ്റ് ലോഗിനിൽ പോവുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായി, സൈനപ്പായി. ദെൻ എന്ത് ചെയ്യുക, ലോഗിൻ പോയിട്ട് നിങ്ങൾക്ക് ഈ യൂസർ നെയിമും അല്ല പാസ്വേഡും വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും പാസ്വേഡും വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ലോഗിൻ ചെയ്യാൻ പറ്റും. അപ്പോഴാണ് നിങ്ങൾക്ക് ഇത് പ്രകാരം ഒരു എന്താ പറയുക, സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ അപ്ലോഡ് ഡോക്യുമെൻറ്റ് കാണും. അപ്ലോഡ് ഡോക്യുമെൻറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ സർട്ടിഫിക്കറ്റ് ആദ്യം ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് ആ ഡോക്യുമെൻറ്റിന് നേരെ കാണുന്ന ബ്രൗസ് ആൻഡ് അറ്റാച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. അത് വെച്ചിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ അറിയുന്നതാണെന്നുണ്ടെങ്കിൽ പറഞ്ഞുതരാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.